ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ഗ്രാമർ വേർഡ്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന രണ്ട് ഗ്രാമർ വേർഡ്സ്, ഹാവ് ആൻഡ് ഹാസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വേർഡ്സും നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത്, ഹാസ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ജനറലി നമ്മൾ ഹാസ് കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. ഓക്കെ, നമ്മൾ സംസാരിച്ച് വരുമ്പോൾ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതല്ലാതെ, പക്ഷെ ഒരു പെർട്ടിക്കുലറായിട്ട് നമ്മൾ ഹാഡ് യൂസ് ചെയ്യാറുണ്ട്, ഹാവ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഹാസ് യൂസ് ചെയ്യുന്നത് വളരെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഹാവിനും ഹാസും തമ്മിൽ വ്യത്യാസം എന്താണ്? ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള വേർഡ്സുകൾ വെച്ചിട്ടാണ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഹാസ് യൂസ് ചെയ്യുന്നത് സിംഗുലർ വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ്, you have, we have, they have. I have been cooking, you have been dancing, they have been going to a party, like that. Okay, has എന്ന് പറഞ്ഞാൽ മൂന്ന് വേർഡ്സുകൾ നമ്മൾ എപ്പോഴും ഗ്രാമറിൽ കാണാറുണ്ട്. ഇറ്റ്, ഷീ, ഹി. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഇറ്റ് ഹാവ്, ഇറ്റ് ഹാവ് ബിൻ. ശരിയാവണില്ല. ഇറ്റ് ഹാസ് ബിൻ ഗുഡ്, ഇറ്റ് ഹാസ് ബിൻ എ ഗുഡ് ഡേ. ഹി ഹാസ് ബിൻ വർക്കിംഗ് പാസ്റ്റ് ഹർ വർക്കിംഗ് അവേഴ്സ്. ഹി ഹാസ് ബിൻ റൈറ്റിംഗ് ഹിസ് ബുക്ക് ഓൾ ഡേ. പറയുമ്പോൾ തന്നെ അത് ശരിക്കും ചേരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നോക്കുക, എന്നാലേ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഐ, യു, വി, ദേ. നമുക്കത് ഇതൊക്കെ വെച്ചിട്ട് ഹാവ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഈ സൈഡിൽ ഇറ്റ്, ഹി, ഷീ അല്ലേ? അപ്പോൾ ഇവിടുത്തെ വേർഡ്സ് നമ്മൾ ഇവിടെ ഒന്ന് വെച്ച് നോക്കിയേ. അതായത് ഇവിടെ വി എന്ന് പറഞ്ഞു, വി ഹാസ്, വി ഹാവ് എ പാർട്ടി. യെസ്, വി ഹാസ് എ പാർട്ടി അങ്ങനെ പറയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്രാമർ വേർഡ്സ് പഠിക്കുമ്പോൾ നമ്മളത് എഴുതി നോക്കുക. ഓക്കെ, നമ്മളത് വായിച്ച് നോക്കുക, പറഞ്ഞു നോക്കുക. ഇത് രണ്ടും ചെയ്താൽ തന്നെ നമുക്ക് പകുതി കൺഫ്യൂഷൻ മാറും. അല്ലെങ്കിൽ നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, മാത്സുമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കാം. ഓക്കെ, എഴുതിയത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു നോക്കാം. ഐ ഹാസ്, ഐ ഹാവ്, ഐ ഹാസ്, ഐ ഹാവ്, ഐ ഹാവ് ചേരുന്നുണ്ട്. വി ഹാസ്, വി ഹാവ്, യെസ് ചേരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുക. ദ മോർ വി ടോക്ക്, ദ മോർ വി സ്പീക്ക്, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കൺഫ്യൂഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഞാനിവിടെ ഒരു ഇമേജ് ഇടുന്നുണ്ട്, നിങ്ങളത് കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കും. ഓക്കെ.